ഈ നിയമങ്ങളൊന്നും അറിഞ്ഞിട്ടേയില്ല. ഇവിടെ നിന്നും 100 മീറ്റർ മാത്രം അകലെ അദ്ദേഹം സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. ആര്യനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾ കാത്തുനിൽക്കും. നെൽസൺ ഡോക്ടറെ കാണാൻ ഞങ്ങളും ടോക്കൺ എടുത്തു. പക്ഷെ ഡോക്ടർ അവധിയില്ല. ക്യാമറാമാൻ അനൂപിന് വിട്ടുമാറാത്ത ചുമയുള്ളതിനാൽ ഡോക്ടറെ കാണാൻ ഞങ്ങളും നിന്നു. നെൽസൺ ഡോക്ടറുടെ ക്യാബിൻ ഒഴിഞ്ഞുകിടക്കുകയാണ്. വലഞ്ഞു വരുന്ന രോഗികളെ സേവിക്കാനുള്ളത് ഒരു ഡോക്ടർ മാത്രം. ഒടുവിൽ ഡോക്ടറെ കണ്ടു. പരിശോധിച്ച് മരുന്ന് നിർദ്ദേശിച്ചു. നെൽസൺ ഡോക്ടറുടെ തട്ടിപ്പറയുന്നത് കൊണ്ടാവണം ഡോക്ടർ ഇല്ലേ എന്ന ചോദ്യത്തിന് രാവിലെ ഉണ്ടാകൂ എന്ന് ഒഴുക്കൻ മറുപടി. പക്ഷേ ഡോക്ടർ ഇന്ന് ആശുപത്രിയിൽ വന്നിട്ടേയില്ല. എന്നാൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥലത്ത് ഡോക്ടർ ഉണ്ടോ എന്നറിയാൻ നടന്നു. ആര്യനാട് ജംഗ്ഷനിൽ മെഡിക്കൽ സ്റ്റോറിനോട് ചേർന്നിരിപ്പുണ്ട് ആശുപത്രിയിൽ കാണാത്ത ഡോക്ടർ. ബോർഡുണ്ട്. സമയം ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്പറും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്തുമ്പോൾ മറ്റൊരു രോഗിയെ നോക്കുകയാണ്. അടുത്ത ഊഴത്തിൽ മുറിയിൽ കയറി. 200 രൂപ ഫീസ് നൽകി. ഒടുവിൽ ഡോക്ടർ അത് പറഞ്ഞു. മരുന്ന് എന്തുകൊണ്ട് ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങണമെന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ: കമ്മീഷൻ. മറ്റു ഫാർമസികളിൽ നിന്ന് മരുന്നുകളുടെ വിലയെടുത്തു. ഒരേ രോഗലക്ഷണങ്ങൾ. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ എഴുതിയ കുറിപ്പടി പ്രകാരം മരുന്നിന് 95 രൂപ മാത്രം. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ പുറത്ത് കൺസൾട്ട് ചെയ്ത് എഴുതിയ മരുന്നിന്റെ വിലകൾ 500 രൂപയാണ്. 4 മരുന്നുണ്ട്. ഹെൽത്ത് സർവീസിന്റെ കീഴിലുള്ള ഡോക്ടർമാർ അവരവരുടെ വാസസ്ഥലങ്ങളിലെ പ്രാക്ടീസ് ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. അത് 2023 സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഡയറക്ടറേറ്റിലെ വിജിലൻസ് ഉണ്ട്. അതുകൂടാതെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റാണ് ഇത് വാച്ച് ചെയ്ത് നടപ്പിലാക്കേണ്ടത്. അവരും മിണ്ടാതിരിക്കുകയാണ്. രോഗികൾ ആതുരാലയങ്ങളിൽ കാത്തിരിക്കുമ്പോൾ ലീവെടുത്തും അല്ലാതെയും ഡോക്ടർമാർ നടത്തുന്ന സ്വകാര്യ പ്രാക്ടീസ് ഒറ്റപ്പെട്ടതല്ല. നെടുമങ്ങാട് ആശുപത്രിയോട് ചേർന്നിരിക്കുന്ന ഇത്രയധികം ബോർഡുകൾ പറയും നിയമത്തിന്റെ വില. ഇത് ആര്യനാടോ നെടുമങ്ങാടോ തിരുവനന്തപുരത്തോ ഒന്നും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്തുടനീളം ഇത്തരം നിയമ ലംഘനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നടപടിയെടുക്കേണ്ട വിജിലൻസും ആരോഗ്യവകുപ്പും മിണ്ടുന്നേയില്ല. ദൗർഭാഗ്യകരം. എം.ആർ. അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നിങ്ങളിൽ പലർക്കും പരിചയമുണ്ടാകും. ചില സർക്കാർ ആശുപത്രികളിൽ നമ്മൾ പോയാൽ കാണുന്ന ഡോക്ടർക്ക് ഒരു കയ്യാളിനെ പോലെ ഒരു അറ്റൻഡർ ഉണ്ടാവും.